നമസ്കാരം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂരിന്റെ വിധി അങ്ങനെ പുറത്തു വന്നപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് ഉജ്ജ്വല വിജയം. UDF തേരോട്ടത്തിനൊപ്പവും താനൊരു ചെറിയ മീനല്ലെന്ന് കരുത്തുകാട്ടി PV അൻവർ. ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന സൂചന ഇടതുപക്ഷത്തിന് നൽകുന്നതാണ് ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയ ഭൂരിപക്ഷവും PV അൻവറിന് കിട്ടിയ 20,000-ഓളം വോട്ടുകളും. നിലമ്പൂർ 2026 സെമി ഫൈനലോ? നിലമ്പൂര് രാഷ്ട്രീയ കേരളത്തിന് നൽകുന്ന സൂചന എന്താണ്? സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രത്യേക ബുള്ളറ്റിന്റെ അവസാന അധ്യായത്തിലേക്ക്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയതോടെ സെമി ഫൈനൽ കടന്ന ആവേശത്തിലാണ് UDF. വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായി മുന്നോട്ടു പോകാൻ ഒറ്റയ്ക്ക് നേടിയ വിജയം കോൺഗ്രസിന് ഊർജ്ജമാകും. വിവിധ പാർട്ടികൾ ഒരുമിച്ച് ചേർന്നാണ് മുന്നണി ഉണ്ടാകുന്നത്. പക്ഷെ അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു പാർട്ടിയെ പോലെ പ്രവർത്തിക്കുക എന്നത് വളരെ അപൂർവമായി നടക്കുന്ന കാര്യം. അതാണ് കേരളത്തിൽ ഞങ്ങൾ തെളിയിച്ചത്. ഈ ടീം UDF ആയിരിക്കും 2026 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരുന്നത്. ആ ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് നൽകിയത്. അതിൽ പ്രവർത്തിക്കാനുള്ള ഇന്ധനമാണ് അവിടുത്തെ ജനങ്ങൾ നൽകിയത്. അപ്പോൾ ചിട്ടയായി പ്രവർത്തിച്ചാൽ വിജയിക്കാൻ പറ്റും. കാരണം ഈ നിലമ്പൂർ കോൺസ്റ്റുവൻസി ഡീലിമിറ്റേഷന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആര്യാട് സാറ് പോലും ഡീലിമിറ്റേഷൻ ശേഷം ജയിച്ചത് 5000-ലധികം വോട്ടിനാണ്. അദ്ദേഹത്തിന് പേഴ്സണൽ വോട്ട് തന്നെ കാണും അവിടെ ഒരു 10,000-20,000 വോട്ട്. അത്രയും ടഫ് സീറ്റാണ്. പിന്നെ 2 പ്രാവശ്യം ഞങ്ങൾ തോറ്റു. അവിടെ നിന്നാണ് ഈ ഉജ്ജ്വലമായ വിജയത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ വിജയത്തിൻ്റെ തിളക്കം വർദ്ധിക്കുക. UDF ക്യാമ്പിന്റെ വിവരങ്ങളുമായി അവരുടെ വിലയിരുത്തലുകളുമായി ദീപക് ധർമ്മടൻ ചേരുന്നുണ്ട്. ദീപക്, ഏതായാലും UDF നേതാക്കൾക്ക് പ്രത്യേകിച്ച് VD സതീശന് അഭിമാനകരമായ വിജയമാണ്. ഇനി മുന്നിൽ നിൽക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനപ്പുറത്തേക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെക്കുമ്പോൾ ഈ വിജയം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വോട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ കുറവുണ്ടെന്ന് LDF ആരോപിക്കുന്നെങ്കിൽ പോലും PV അൻവറുമായുള്ള ഭാവി ചർച്ചകൾ കൂടി വഴി തുറന്നിടുന്ന തരത്തിലാണ് ഇന്നത്തെ പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഗോകുൽ, ഒരു കാര്യം തറപ്പിച്ചു പറയാം. UDFന് കിട്ടിയിരിക്കുന്നത് വലിയ വിജയമാണ്, ചരിത്ര വിജയമാണ്. അതിന് വലിയ മാനങ്ങളുമുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ്. കേവലം 10 മാസത്തേക്കുള്ള സാമാജികനെ തിരഞ്ഞെടുക്കലാണെങ്കിലും പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ട് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് അതിന് പിന്നാലെ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരു കർട്ടൺ റൈസറും ഒരു കൃത്യമായ പൊളിറ്റിക്കൽ ടെസ്റ്റ് ഡോസുമാണ്. ആ ടെസ്റ്റ് കേസിൽ UDFന് വലിയ വിജയം കിട്ടി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മറ്റൊന്ന്, സാഹചര്യങ്ങൾ എത്രമേൽ പ്രതികൂലമായെങ്കിലും UDF ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടു. ഘടകകക്ഷികളിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു, അൻവറിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നുവെങ്കിലും ആവേശമൊട്ടും ചോരാതെ പ്രശ്നങ്ങളെല്ലാം സെറ്റിൽ ചെയ്തുകൊണ്ട് ഒരു 11,000 ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ 11,077 മാത്രവുമല്ല, കോൺഗ്രസിൻ്റെ കണക്ക് കൂട്ടൽ തെറ്റിയില്ല എന്നുള്ളതാണ്. ഈ മണ്ഡലം ചുമതലക്കാരൻ AP അനിൽകുമാർ 12,000 വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞു. അതിൽ 11,000 എത്തിക്കഴിഞ്ഞു. അതുപോലെ VD സതീശൻ പറഞ്ഞു. അപ്പോൾ കണക്ക് കൂട്ടലുകൾ കോൺഗ്രസിനെ പിഴക്കുക പൊതുവേ പതിവാണ്. പക്ഷേ എന്നാൽ നിലമ്പൂരിൽ അതുണ്ടായില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ഗോകുൽ, ഇന്ന് കാലത്ത് 5 മണിക്കാണ് ചുങ്കത്തറയിലെ കൗണ്ടിംഗ് സെൻറ്ററിൽ ഞാൻ എത്തുന്നത്, ഞങ്ങളുടെ ടീം എത്തുന്നത്. ആ സമയം മുതൽ UDF പ്രവർത്തകരുടെ ആവേശം നമ്മൾ കണ്ടു. ആ ആവേശം നിലമ്പൂരിൻ്റെ പല ഭാഗത്തും ഇപ്പോഴും നമ്മൾ കാണുകയാണ്. അപ്പോൾ വിജയം ഉറപ്പിച്ചുകൊണ്ടായിരുന്നു കൗണ്ടിംഗ് സെൻറ്ററിലേക്ക് അവർ എത്തിയത്. എന്നാൽ ഇടതുമുന്നണിയോ മറ്റേതെങ്കിലും പാർട്ടിയോ അത്തരത്തിൽ കൗണ്ടിംഗ് സെൻറ്ററിൽ എത്തിയില്ല. PV അൻവർ പോലും കൗണ്ടിംഗ് സെൻറ്ററിലേക്ക് വന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ വളരെ കൃത്യമായി വിജയം ഉറപ്പിച്ചുള്ള പോരാട്ടമായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ആ വോട്ടിങ്ങിലും വളരെ കൃത്യമായി UDFന് രാഷ്ട്രീയമായ സന്ദേശം ഇടതുമുന്നണിക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. കാരണം 77,033 വോട്ട്, അതിൽ 11,077 വോട്ടിൻ്റെ ഭൂരിപക്ഷം. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് LDF ഇറക്കിയത്, M സ്വരാജിനെയാണ്. അവരുടെ കേഡർ വോട്ടുകൾ മാറാത്തതാണ്. പക്ഷേ എന്നാൽ ഒരു വലിയ ചലനം മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളത് UDFൻ്റെ വലിയ വിജയമാണ്. മറ്റൊന്ന്, അൻവർ ഇല്ലാതെയാണ് ഈ വിജയം.
അൻവറിനോട് കടക്ക് പുറത്തു എന്ന് പറഞ്ഞുകൊണ്ട് KC വേണുഗോപാൽ ബിഗ് നോ പറഞ്ഞുകൊണ്ട് അങ്ങനെ നടത്തിയ തെരഞ്ഞെടുപ്പിൽ അൻവർ ഇല്ലാതെ, അൻവറാണെങ്കിൽ 19,760 വോട്ട് പിടിക്കുകയും ചെയ്തപ്പോൾ ഇടത് മുന്നണിക്കാണ് കത്രിക വെച്ചത്. അൻവറിൻ്റെ ചിഹ്നം കത്രികയാണ്, അത് കൈക്കല്ല കത്രിക വെച്ചത്. അങ്ങനെ കൈക്ക് കത്രിക വെക്കുന്നതിനെ ഒരു പരിധിവരെ തടയാൻ UDFന് സാധിച്ചു എന്നുള്ള രാഷ്ട്രീയം കൂടി അതിലുണ്ട്. ഏതായാലും CPIMന് അടിസ്ഥാന വോട്ടിൽ ചോർച്ചയുണ്ടായില്ല എന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നുണ്ടെങ്കിലും ഒരു ഇടതുപക്ഷ അനുകൂല വോട്ടുകൾ അത് UDF കൊണ്ടുപോയി എന്നുള്ള രാഷ്ട്രീയ വസ്തുത വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രവുമല്ല ഈ നിലമ്പൂർ ജനവിധിക്ക് വലിയ മാനങ്ങളും വലിയ രാഷ്ട്രീയ അർത്ഥതലങ്ങളും സൂചനകളുമുണ്ട്. ഗൂഗിൾ തീർച്ചയായും നേതാക്കളുടെ വിജയത്തിനപ്പുറത്തേക്ക് UDFനാകെ ആത്മവിശ്വാസം പകരുന്നതാണ് നിലമ്പൂരിലെ ഇന്നത്തെ വിജയം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ മുന്നേറ്റം ആരുടെ വിജയമെന്ന ചോദ്യം ഇന്ന് മാധ്യമപ്രവർത്തകർ VD സതീശനോട് ചോദിക്കുകയുണ്ടായി. പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ആ വിജയം എങ്ങനെ എന്ന് നമ്മൾ വിശദമായി നോക്കുകയാണ്. UDFന്റെ വിജയത്തിലേക്ക് നയിച്ച അനുകൂല ഘടകങ്ങൾ എന്തൊക്കെ? ആരുടെ വിജയമെന്ന ചോദ്യത്തിന് കൂട്ടായ്മയുടെ വിജയമെന്നാണ് UDFന്റെ പ്രതിപക്ഷ നേതാവിന്റെ VD സതീശന്റെ മറുപടി. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം UDFന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് നിലമ്പൂരിൽ ഇത്തവണ ഉണ്ടായത്. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൽ കൂടുതൽ ശക്തനാകുന്നു, അതിശേധ്യനാകുന്നു എന്ന പ്രത്യേകത കൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലത്തിനുണ്ട്. എന്തൊക്കെയാണ് UDFന് അനുകൂലമായ ഘടകങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ്. അതിലേറ്റവും ആദ്യമായി പരിഗണിക്കുന്നത് അല്ലെങ്കിൽ UDF ചൂണ്ടിക്കാട്ടുന്നത് കൂടിയാണ് ഭരണവിരുദ്ധ വികാരം. നിലമ്പൂരിൽ UDFനെ കൈമൈ മറന്ന് പിന്തുണച്ചിട്ടുണ്ട്. തുടക്കം മുതൽ UDF പറഞ്ഞ സർക്കാർ വിരുദ്ധ രാഷ്ട്രീയം നിലമ്പൂർ ജനത സശ്രദ്ധം കേട്ടു, അതിനോട് പ്രതികരിച്ചു എന്ന് മനസ്സിലാക്കണം. ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളിൽ, ചർച്ചകളിൽ, ഒപ്പം പിന്തുണയിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വിഷയം നിന്നപ്പോൾ പോലും കൃത്യമായി അത് വന്യജീവി മനുഷ്യ സംഘർഷങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കുവാൻ, ഒപ്പം ഏറ്റവും ഒടുവിൽ ആശാസമരം വരെ ആ ചർച്ചയാക്കാൻ വേണ്ടി UDFന് സാധിച്ചിട്ടുണ്ട്. മറ്റൊന്നാണ് UDFന്റെ ടീം വർക്ക്. നമ്മൾ കണ്ടതാണ് പല ഘട്ടത്തിലും ക്യാമ്പിൽ, കൺവെൻഷനുകളിലൊക്കെ ലീഗ് നേതൃത്വം പങ്കെടുത്തില്ല, അല്ലെങ്കിൽ ലീഗ് നേതൃത്വത്തിന്റെ അസാന്നിധ്യം എന്നൊക്കെയുള്ള വിഷയങ്ങൾ LDF ഉയർത്താൻ ശ്രമിക്കുമ്പോൾ പോലും അതിനെയെല്ലാം മറികടക്കുന്ന തരത്തിൽ നേതാക്കളുടെ പ്രതികരണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു. ഒപ്പം സ്ഥാനാർത്ഥിയായി പരിഗണിച്ച VS ജോയ് എന്ന നേതാവിന്റെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തെ ശ്രദ്ധേയമായ പ്രതികരണം, ആര്യാടൻ ഷൗക്കത്തിനൊപ്പമുള്ള സാന്നിധ്യം, അതൊരു മികച്ച നേതാവിന്റെ മാതൃക കൂടിയായി മാറുകയായിരുന്നു. അങ്ങനെ ടീം വർക്കിന്റെ വിജയം കൂടിയാണ് ഇത്തവണ നിലമ്പൂരിൽ കണ്ടത്. നേതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായി ക്യാമ്പ് ചെയ്തു. 3000 വീട് കയറിയ ചാണ്ടി ഉമ്മൻ ഈ തെരഞ്ഞെടുപ്പിലെ സ്റ്റാർ ക്യാമ്പയിനറായി എന്നതിൽ സംശയമില്ല. മുസ്ലിം ലീഗ് നേതാക്കൾ ലീഗ് സ്ഥാനാർത്ഥി എന്നോണം ആര്യാടൻ ഷൗക്കത്തിനെ പരിഗണിച്ചു. ആ നിലയിൽ തന്നെ പ്രചാരണത്തിനിറങ്ങി. LDF പ്രതീക്ഷിച്ചതായിരുന്നു ഒരുപക്ഷെ ആര്യാടൻ മുഹമ്മദിനോട് ലീഗിനുണ്ടായിരുന്ന അതൃപ്തി മകനോടും ഉണ്ടാകുമെന്നൊക്കെയുള്ള കണക്കുകൂട്ടലുണ്ടായിരുന്നെങ്കിലും ആ മനപ്പായസമെല്ലാം അവിടെ വെറുതെയായി എന്നതാണ് LDFന് സംഭവിച്ചത്. ഇനി UDFന്റെ ഗ്രൗണ്ട് വർക്കിനെ പറ്റിയാണ്. അൻവർ രാജിവെച്ചതിന് പിന്നാലെ തന്നെ UDF അവരുടെ ഗ്രൗണ്ട് വർക്ക് ആരംഭിച്ചു. മുമ്പ് വയനാട് ഉപതെരഞ്ഞെടുപ്പിനടക്കം സജ്ജമായതാണ്. അവിടെ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും വളരെ ശക്തമായി തന്നെ പ്രവർത്തനങ്ങൾ നടത്തിയാണ്. അതിൻ്റെയൊക്കെ ഒരു തുടർച്ച ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ വരുമ്പോഴും UDFന് അനുകൂലമായിട്ടുണ്ട്. ബൂത്ത് തലങ്ങളിൽ പ്രവർത്തനം ശക്തമാക്കി. മുമ്പ് എപ്പോഴും ഇടതുപക്ഷത്തെ പറ്റി അല്ലെങ്കിൽ LDFനെ CPIMനെ പറ്റി പറയുന്ന ഒരു ബൂത്ത് തല വർക്കൊക്കെ അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി ഉണ്ടായി. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ പുതിയ വോട്ടർമാരെ ചേർത്തു. അതിൽ അവരുടെ വോട്ട് ഉറപ്പാക്കി. മണ്ഡലത്തിന് പുറത്ത് നിൽക്കുന്ന ആളുകൾ, താമസിക്കുന്ന ആളുകളെ ഒക്കെ അവിടേക്ക് കൊണ്ടുവന്ന് വോട്ട് ഉറപ്പാക്കി എന്നതുകൂടി UDFന്റെ ഇത്തവണത്തെ നിലമ്പൂരിലെ പ്രവർത്തനത്തിന്റെ മികവാണ്. ലീഗ് കോൺഗ്രസ് തർക്കം പരിഹരിച്ചു. മലപ്പുറത്തെ ലീഗ് കോൺഗ്രസ് തർക്കത്തിന് ആര്യാടനോളം കുറഞ്ഞത് 50 വർഷത്തെ പഴക്കമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാനായി എന്നത് UDFന്റെ നേട്ടമാണ്. വേദികളിലെ നേതാക്കളുടെ അസാന്നിധ്യമൊക്കെ ഉയർത്താൻ LDF ശ്രമിച്ചെങ്കിലും അതിനെല്ലാം മറികടക്കുന്ന തരത്തിലേക്ക് നേതാക്കൾ ഒരുമിച്ച് നിന്ന്, യുവനിരയിലാണെങ്കിൽ അത് ഷാഫി പറമ്പിലായാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും PK ഫിറോസ് ആയാലും ഒക്കെ ഒരുമിച്ച് നിന്ന് വീട് കയറുന്നു. അവരൊക്കെ പ്രചാരണ വീഡിയോകളിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ഒരൊറ്റക്കെട്ടെന്ന പ്രതീതി അല്ലെങ്കിൽ ആ ഒരു ഊർജം പ്രവർത്തകരിലേക്ക് പകരാൻ UDF നേതൃത്വത്തിനും യുവ നേതാക്കൾക്കുമൊക്കെ സാധിച്ചു. PV അൻവറിനെ മുന്നണിയിലെടുക്കാതിരുന്നതും ഈ ഘട്ടത്തിൽ ഈ UDFന് അല്ലെങ്കിൽ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഒരുപടി മുന്നിൽ നിൽക്കാൻ അല്ലെങ്കിൽ തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. ഒരുപക്ഷെ PV അൻവറിനെ മുന്നണിയിൽ ഒപ്പം എടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ പിന്തുണ നേടിയിരുന്നെങ്കിൽ ഭൂരിപക്ഷം ഇനിയും ഉയരുമായിരുന്നു. പക്ഷേ അൻവർ അടങ്ങുന്ന മുന്നണി സ്ഥാനാർത്ഥി വിജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ഒരു പരിധി വരെയെങ്കിലും അൻവറിന് സ്വന്തമാകുമായിരുന്നു. ഇതിപ്പോൾ ഏറെ പഴി കേൾക്കേണ്ടി വന്നിട്ടും
അൻവർ വേണ്ട എന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിന് കൂടിയാണ് കയ്യടി കിട്ടുന്നത്. അങ്ങനെ വി.ഡി. സതീശൻ ആ നിലപാടെടുത്തപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പലരും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും അടക്കം അൻവറിനെ ഒപ്പം കൂട്ടണമെന്ന നിലപാടെടുത്തെങ്കിൽ പോലും വി.ഡി. സതീശന്റെ ആ സ്റ്റാൻഡിന് കോൺഗ്രസിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. വി.ഡി. സതീശൻ കോൺഗ്രസിൽ കൂടുതൽ ശക്തിപ്പെടുന്നു എന്നത് അടിവരയിടുന്നത് കൂടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം. സ്വാഭാവികമായും ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലെപ്പോഴും UDF ഒരുപടി മുന്നിലാണ്. പക്ഷേ അതൊക്കെ സിറ്റിംഗ് സീറ്റുകളിൽ വിജയം ആവർത്തിച്ചു എന്നായിരുന്നു LDF പറയുന്നതെങ്കിൽ ഇത്തവണ LDFന് നഷ്ടമായിരിക്കുന്നത് നിലമ്പൂരിൽ അടിപതറിയിരിക്കുന്നത് സിറ്റിംഗ് സീറ്റിലാണ്. പിണറായി വിജയനോ വി.ഡി. സതീശനോ എന്ന താരതമ്യങ്ങൾക്ക് കൂടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉത്തരം നൽകുന്നത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ മുഖ്യമന്ത്രിയേക്കാൾ മുന്നിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഗ്രാഫ്. LDF സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തു എന്നതാണ് നിലമ്പൂർ പ്രതിപക്ഷ നേതാവിന് നൽകുന്ന കരുത്ത്. പിണറായിസവും സതീശനിസവും സ്ഥാനാർത്ഥികൾക്കൊപ്പം നിലമ്പൂരിൽ മാറ്റുരച്ചത് ഈ രണ്ട് ശൈലികൾ കൂടിയാണ്. പിണറായിക്കെതിരെ ആരോപണമുന്നയിച്ച് MLA സ്ഥാനം രാജിവെച്ച PV അൻവർ അതേ തീവ്രതയോടെ തന്നെ സതീശനെതിരെയും തിരിഞ്ഞു. ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് അൻവറിനെ കൂടെ നിർത്തേണ്ടതില്ല എന്നത് വി.ഡി. സതീശന്റെ തീരുമാനമായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ റിസ്ക് സ്വയം ഏറ്റെടുത്ത സതീശനിസം തന്നെയാണ് ഫലം അനുകൂലമായതോടെ മുന്നിൽ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളും സതീശന് അനുകൂലം തന്നെ. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന 5 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ, ഇതിൽ 4 UDFന് അനുകൂലമായിരുന്നു. ഇതിലെല്ലാം മുന്നിൽ നിന്ന് നയിച്ചത് വി.ഡി. സതീശൻ തന്നെ. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, ഒടുവിൽ നിലമ്പൂരും. ആദ്യ 3 സിറ്റിംഗ് സീറ്റുകളായിരുന്നെങ്കിൽ നിലമ്പൂർ പിടിച്ചെടുത്തു എന്ന നേട്ടം കൂടിയുണ്ട്. സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും കൃത്യമായ മറുപടി പറയാൻ LDF നേതാക്കൾ തയ്യാറായിട്ടുമില്ല. വിജയത്തിന്റെ ക്രെഡിറ്റ് ലഭിക്കുന്നതിനൊപ്പം തന്നെ വിമർശനങ്ങൾക്കും പ്രതിപക്ഷ നേതാവിന് മറുപടി പറയേണ്ടി വരും. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം, ഒറ്റയ്ക്ക് നിന്ന് PV അൻവർ നേടിയ വോട്ടുകൾ എന്നിവയിൽ വരും ദിവസങ്ങളിൽ സതീശനിസം വിമർശിക്കപ്പെടും. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. കരുത്തനെ തന്നെ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കിയിട്ടും LDFന് എവിടെയാണ് പിടിച്ചത് നോക്കാം ഇടവേളയ്ക്ക് ശേഷം. This is 24. You are watching 24 from News Headquarters, Kochi. നിലമ്പൂരിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പ് തോൽവിയോടെ ഭരണം കൂടുതൽ ജനകീയമാക്കാനായിരിക്കും ഇനി LDFന്റെ ശ്രമം. വന്യജീവി പ്രശ്നമടക്കം പരിഹരിക്കാൻ സർക്കാർ കൂടുതൽ ഇടപെടലുകൾ നടത്തിയേക്കും. ഏതായാലും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം LDFനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ഈ രാഷ്ട്രീയം കൂടുതൽ ശക്തമത്തായി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ജനാധിപത്യപരവും മതനിരപേക്ഷപരവുമായ ഉള്ളടക്കമുള്ള ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള കേരളത്തിൽ തീർച്ചയായും നമുക്ക് അതിൻ്റെ പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ പോരാട്ടം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂരിൽ തോറ്റെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. വിപിൻ സി വിജയനുണ്ട് നിലമ്പൂരിൽ നിന്ന് വിശകലനവുമായി. വിപിൻ, വലിയൊരു വിജയമൊന്നും പ്രതീക്ഷിച്ചല്ല ഇടതുമുന്നണി കളത്തിലിറങ്ങിയത്. പക്ഷേ ഏറ്റവും ഒടുവിൽ പോളിംഗിന് ശേഷമുള്ള കണക്കുകളിൽ 2000 താഴെയെങ്കിലും വോട്ടിന് M സ്വരാജ് വിജയിക്കുമെന്നതായിരുന്നു LDFന്റെ ബൂത്തുകളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ, അല്ലെങ്കിൽ അവരുടെ കാൽക്കുലേഷൻ അങ്ങനെയായിരുന്നു. തുടക്കം മുതൽ നോക്കിയാൽ പ്രചരണത്തിൽ എങ്ങും പാളിച്ചയില്ല. സ്ഥാനാർത്ഥി സ്വരാജ് ആയതോടുകൂടി വലിയ ആവേശത്തോടുകൂടി പ്രവർത്തകർ ഇറങ്ങുന്നു, നേതാക്കളെല്ലാം ക്യാമ്പ് ചെയ്യുന്നു. ഈ പ്രചാരണമെല്ലാം നടത്തിയിട്ടും വിഷയങ്ങൾ തിരഞ്ഞെടുത്തതിൽ അല്ലെങ്കിൽ ജനങ്ങളെ അഡ്രസ് ചെയ്തതിൽ, നിലമ്പൂരിന്റെ യഥാർത്ഥ വിഷയങ്ങൾ തിരിച്ചറിയുന്നതിൽ LDFന് പാളിയോ? തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായില്ലെങ്കിൽ, ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെയും ബോധ്യപ്പെടുത്തുമെന്ന M സ്വരാജിന്റെ വാക്കുകൾ ഈ വിഷയം തിരഞ്ഞെടുത്തതിലെ അല്ലെങ്കിൽ ജനങ്ങളോട് സമ്മതിക്കുന്നതിലെ വീഴ്ച തുറന്നു സമ്മതിക്കുന്നതാണോ? LDFനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ച് ഇരുത്തി ചിന്തിപ്പിക്കുന്ന, കണ്ണു തുറക്കേണ്ട ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം പാർട്ടി ചിഹ്നത്തിൽ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് നിർത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ നിലമ്പൂരിൽ ഇറക്കുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചെറിയ ഒരു മാർജിനിലാണെങ്കിൽ പോലും ഒരു വിജയം. അങ്ങനെ 2026-ൽ
മൂന്നാം പിണറായി സർക്കാർ എന്നുള്ളതായിരുന്നു CPM ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ അത് അതൊരു തോൽവിയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം എടുത്തു പറയേണ്ടത് കഴിഞ്ഞ തവണ 2021 ഉണ്ടായിരുന്ന പഞ്ചായത്തുകളിൽ ആ ലീഡ് ഉയർത്തുക, ഒപ്പം തന്നെ PV അൻവർ UDFന്റെ വോട്ടുകൾ പിടിക്കുമെന്നുള്ള ഒരു വിശകലനം തന്നെ CPMനെ സംബന്ധിച്ച് അത് പരാജയപ്പെട്ടു. ഇപ്പോൾ PV അൻവർ പിടിച്ചിരിക്കുന്നത് അത് LDFന്റെ വോട്ടുകളാണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. കാരണം കൂടുതൽ വോട്ടുകൾ UDFന്റെ ഒരു ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് PV അൻവർ പിടിച്ചത് എന്നുണ്ടെങ്കിലും അവർക്ക് അത് നിലനിർത്താൻ സാധിക്കുകയും ഒപ്പം LDFന്റെ വോട്ടുകളിൽ കാര്യമായ ചോർച്ച ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു വലിയ ചർച്ച തന്നെ CPMൽ ഇത് ഉണ്ടാകും എന്നുള്ളത് കാര്യം ഉറപ്പാണ്. കാരണം വന്യമൃഗശല്യമടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഇവിടെ ഏറ്റവും ഒരു രൂക്ഷമായ പ്രശ്നമായിരുന്നത്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ പോരാട്ടം ആണ് ആദ്യം മുതൽ തന്നെ CPM പറയുന്നത്. ഒപ്പം തന്നെ ഈ ഒരു സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്നുള്ളത് ഒരു ശങ്കയില്ലാത്ത വിധം തന്നെ എല്ലാ നേതാക്കളും പറയുകയും ചെയ്തു. പക്ഷേ അങ്ങനെ രാഷ്ട്രീയ പോരാട്ടം നടത്തിയപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി വളരെ പിന്നിലാവുകയും 11,000 പുറം വോട്ടുകൾക്കാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. M സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥിക്ക് ബൂത്തിൽ പോലും ഒരു ലീഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് നഗരസഭയിലടക്കം ഒരു 4,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവുന്നത് LDFന് കഴിഞ്ഞ 2 തവണയും വലിയ രീതിയിൽ തുണച്ച ഒരു നഗരസഭയാണ്. ആ നഗരസഭയാണ് 4,000 വോട്ടിന് UDFന്റെ ഒപ്പം നിന്നപ്പോൾ കാര്യമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ള UDFന്റെ ഇതുവരെയുള്ള ആരോപണങ്ങൾക്ക് ബലം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിലൊരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് കണ്ട് അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനത്തിലേക്കായിരിക്കും CPM ഇനി ഊന്നൽ നൽകുക എന്നുള്ള കാര്യം തീർച്ചയാണ്. ഗൂഗിൾ ശരി, ഏതായാലും UDFന്റെ അനുകൂല ഘടകങ്ങൾ LDFന് എവിടെയാണ് പിഴച്ചതെന്നൊക്കെ പരിശോധിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് 2021 നിന്ന് 2025 ഉണ്ടായ മാറ്റങ്ങൾ പലതാണ് നിലമ്പൂരിൽ. മുഖ്യമന്ത്രി പിണറായി വിജയനെ പിതൃതുല്യനായി കണ്ടിരുന്ന PV അൻവർ അതിരൂക്ഷ വിമർശനങ്ങൾ പിണറായിക്കെതിരെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. ബദ്ധശത്രുക്കളായിരുന്ന UDFലേക്ക് ചേക്കേറാൻ അൻവർ പഠിച്ച പണി 18 ശ്രമിച്ചു. അങ്ങനെ ഒരുപിടി രാഷ്ട്രീയ മാറ്റങ്ങൾ ഈ കാലയളവിലുണ്ടായി. അതെങ്ങനെ വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് പരിശോധിക്കാം വിശദമായി. 2021 അന്ന് വിജയിച്ച PV അൻവറിന് ലഭിച്ചത് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 46.9% വോട്ടുകളാണ്. അതായത് 81,227 വോട്ടുകളാണ് 2021 PV അൻവർ സ്വന്തമാക്കിയത്. ഇനി 2021 VV പ്രകാശിന് UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകൾ നോക്കാം. ആകെ പോൾ ചെയ്തതിന്റെ 45.34% വോട്ടുകളായിരുന്നു VV പ്രകാശ് അന്നത്തെ UDF സ്ഥാനാർത്ഥി സ്വന്തമാക്കിയത്. വോട്ടിന്റെ കണക്ക് നോക്കിയാൽ 78,527 വോട്ടുകൾ UDF സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന VV പ്രകാശിന് ലഭിച്ചു. ഇനി 2025 വരുമ്പോൾ ഇന്ന് വന്ന വിധി വിശദമായി പരിശോധിച്ചാൽ ആര്യാടൻ ഷൗക്കത്തിന് ഇതുവരെയുള്ള കണക്ക് പ്രകാരം 44.17% വോട്ടുകളാണ് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി M സ്വരാജിന് 37.88 വോട്ടുകളും PV അൻവറിനാകട്ടെ ലഭിച്ചത് 11.23% വോട്ടുകൾ. 2021 നിന്ന് 2025 എത്തുമ്പോൾ UDFന്റെ പോളിംഗ് ശതമാനം അത് പരിശോധിച്ചാൽ 45% നിന്ന് 44.17% കുറയുന്നുണ്ട്. എന്നാൽ LDFന്റെ വോട്ടുകൾ 2021 നിന്ന് 46.9% നിന്ന് കുത്തനെ 37.88 ഇടിഞ്ഞത്. അതായത് PV അൻവർ പിടിച്ച വോട്ടുകളിൽ ഭൂരിഭാഗവും LDF വോട്ടുകൾ എന്ന് ചുരുക്കം. ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ അൻവർ കൊണ്ടുവന്ന വോട്ടുകൾ അൻവർ തന്റെ പെട്ടിയിലാക്കി തിരിച്ചെടുത്തു. നിലമ്പൂരിലേക്ക് വീണ്ടും സ്വാഗതം. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം ആഘോഷിക്കുകയാണ് സൗദി ദമാമിലെ OICC പ്രവർത്തകരും. മധുരം വിതരണം ചെയ്ത് നിലമ്പൂരിലെ വോട്ടർമാർക്ക് അഭിവാദ്യം അർപ്പിച്ചുമായിരുന്നു ആഹ്ലാദ പ്രകടനം. ദമാമിൽ നിന്ന് സുബൈറുദ്ദീനൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തീർച്ചയായിട്ടും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം UDFന്റെ അത്യുജ്വലമായിട്ടുള്ള വിജയം സൗദി അറേബ്യയിലെ ദമാമിലും ഇവിടുത്തെ OICC പ്രവർത്തകരും UDF പ്രവർത്തകരും എല്ലാം ആഘോഷിക്കുകയാണ്. ദമാമിലും പരിസരത്തുള്ള എല്ലാ വോട്ടർമാരെയും, നിലമ്പൂരിലെ ഓരോ വോട്ടർമാരെയും നേരിട്ട് ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അവരുടെ ബന്ധുക്കളെ നേരിട്ട് പോയി കാണുകയും വോട്ട് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇന്നത്തെ ഈ റിസൾട്ട് എന്നുള്ളതിൽ അഭിമാനമുണ്ട്. പാർട്ടി സെക്രട്ടറിയുടെ RSSുമായുള്ള ബന്ധം വിളിച്ചു പറയലും അതിൽ ചരിത്രം പറയുന്നതുകൊണ്ട് എന്താണ് മാനക്കേട് എന്നുള്ളത് പ്രഖ്യാപിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് അവർ വായിച്ചെടുക്കുകയും ഇതിൽ പിന്നിൽ എന്താണ് നടക്കാൻ പോകുന്നത് തിരിച്ചറിഞ്ഞിട്ട് നിലമ്പൂരിലെ വോട്ടർമാർ വോട്ട് ചെയ്തതിൻ്റെ പരിമിത ഫലമാണ് ഇന്ന് ഇത്ര വലിയൊരു വൻ വിജയം പാപ്പുട്ടിക്ക് ഉണ്ടായ കാരണം. ഇന്ന് മധുരം വിതരണം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന വിജയാഘോഷം
വൈകിട്ട് OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വിജയാഘോഷ പരിപാടിയിൽ പരിസമാപിക്കുകയാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഒരു കൊടുങ്കാറ്റ് പോലെ കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് മടങ്ങിയെത്തുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദിശാസൂചികയായി ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഞങ്ങൾ കാണുകയാണ്. ഇനിയുള്ള വരും ദിവസങ്ങൾ OICC പ്രവർത്തകർക്ക് ആഘോഷങ്ങളുടെ ദിവസമായിരിക്കും. ദമാമിൽ നിന്നും സുബൈറുദ്ദീനൂർ. നിലമ്പൂരിലെ എണ്ണം പറഞ്ഞ പ്രവാസി കുടുംബങ്ങളുടെ വോട്ടുറപ്പാക്കിയത് ഇനി എങ്ങനെയെന്ന് അന്വേഷിക്കേണ്ട അതിനുള്ള തെളിവ് കൂടിയാണ് ദമാമിലെ ഈ ആഘോഷവും വെളിവാക്കുന്ന UDF പ്രവർത്തകരുടെ വിജയ ആഹ്ലാദ പ്രകടനം. ഇതോടെ നിലമ്പൂര് പൂർണ്ണമാവുകയാണ്.